ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള 2 ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഒരു വായ്പ ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ്, ഇതിന്റെ പലിശ നിരക്ക് എത്രയാണെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോണിന് ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്, പക്ഷേ ലോൺ ലഭിക്കാറില്ല പല ആളുകൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോൺ ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ആണ്. അപ്പോൾ സിബിൽ സ്കോർ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് സിബിൽ സ്കോർ കൂട്ടാനുള്ള മാർഗം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക. കാരണം സിബിൽ സ്കോർ കുറഞ്ഞ ആളുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യരുത്. നിങ്ങളെ സിബിൽ സ്കോറിനെ വീണ്ടും ബാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഈ മാസം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും, അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും, കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ മിനിറ്റുകൾ കൊണ്ട് 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേരാണ് SI ക്രേവ. ഈ SI ക്രേവ എന്ന് പറയുന്ന NBFC ആണ് 2 ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ലോണിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഈ ലോൺ വേണ്ട ആളുകൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ SI ക്രേവ ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് www.sikreva.capital.com എന്നാണ്. SI ക്രേവ ക്യാപിറ്റൽ, SI ക്രേവ എനേബിൾ കസ്റ്റമേഴ്സ് ഈസി ആൻഡ് സെയിംലെസ്. ഈ ഒരു വെബ്സൈറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഈ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണോ, അല്ലെങ്കിൽ RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള NBFC ആണോ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള NBFCകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇതിൽ ഏകദേശം 9443 NBFCകളാണ് RBI അപ്രൂവൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു NBFC RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെർച്ച് ബാറിൽ SI ക്രേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SI ക്രേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് 273 സ്ഥാനത്തായിട്ട് SI ക്രേവ ക്യാപിറ്റൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു NBFC ആണ് SI ക്രേവ. ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ടുണ്ട്. 10th ഫ്ലോർ, ഓഫീസ് യൂണിറ്റ് നമ്പർ, മഹാരാഷ്ട്ര. അപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി, RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു NBFC ആണ് SI ക്രേവ. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകാം. ഇവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് വായിച്ച് നോക്കുക. ഞാൻ എന്ത് ചെയ്യുക, അതെന്താണെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം, എഴുതി കാണിക്കുന്നത് എന്താണെന്നത്. കസ്റ്റമർ കെയറിൻ്റെ ഞങ്ങളുടെ 7 നിയമങ്ങൾ ഇവയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദസ് ആർ അവർ 7 റൂൾസ് ഓഫ് കസ്റ്റമർ കെയർ. 1. വ്യക്തിഗത മൊബൈൽ നമ്പറുകളിൽ നിന്നോ വിദേശ നമ്പറുകളിൽ നിന്നോ ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള VoIP കോളുകളിൽ നിന്നോ പേയ്മെന്റ് കളക്ഷൻ റിമൈൻഡുകൾക്കായി ഞങ്ങൾ ഉപഭോക്താക്കളെ ബന്ധപ്പെടാറില്ല. രജിസ്റ്റർ ചെയ്ത ലാൻഡ് ലൈൻ നമ്പറുകളിൽ നിന്ന് ഞങ്ങളുടെ ടീം എപ്പോഴും നിങ്ങളെ വിളിക്കും. 2. വ്യക്തിഗത അല്ലെങ്കിൽ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമടയ്ക്കാൻ ഞങ്ങൾ ഒരിക്കലും ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നില്ല. പേയ്മെന്റുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ മാത്രമേ ശേഖരിക്കുകയുള്ളൂ.
3, ഞങ്ങളുടെ എല്ലാ കോളുകളും നിരീക്ഷിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏജന്റുമാർ ഒരിക്കലും ഭീഷണിയോ അധിക്ഷേപകരമായ ഭാഷയോ ഉപയോഗിക്കാറില്ല. കാരണം മറ്റ് ലോൺ ആപ്ലിക്കേഷനൊക്കെ ലോൺ എടുത്തിട്ട് ഒരുപാട് ഭീഷണിയും മറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള കോളുകളൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ലാണ് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ 4-മത്തത്, ഞങ്ങൾ ഒരിക്കലും കമ്മീഷനോ കുടിശ്ശികയുടെ പേയ്മെന്റുകൾ വെട്ടിക്കുറയ്ക്കലോ ആവശ്യപ്പെടുന്നില്ല. അടുത്ത 5-മത്തത്, നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റോ മറ്റേതെങ്കിലും സ്വകാര്യ ഡാറ്റയോ ആക്സസ് ചെയ്യാൻ ഞങ്ങളുടെ ആപ്പ് അനുമതി തേടുന്നില്ല. അങ്ങനെ അനുമതി തേടുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഗ്യാലറിയിലേക്കൊക്കെ ആക്സസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ലോണൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെന്താ നേരെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഗ്യാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അതൊക്കെ മോർഫ് ചെയ്തിട്ട് അശ്ലീലമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പർ അവരുടെ കയ്യിലുണ്ടാവും. അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് നമ്പറിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് ഷെയർ ചെയ്തിട്ട് നമ്മളെ മാനസികമായിട്ട് തളർത്തിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും. അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരുവിധ ആക്സസ് ഇവരെന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നത്. പിന്നെ 6-മത്, നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കാത്തതിനാൽ നിങ്ങളുടെ ലോണിൻ്റെ തിരിച്ചടവിനായി ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ വിളിക്കില്ല. പിന്നെ അടുത്തത്, ഇൻ കേസ് യു ഹാവ് ഫേസ്ഡ് എനി ഓഫ് ദ എബവ് മെൻഷൻ സിറ്റുവേഷൻ ഡു ദിസ്. എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നെങ്കിൽ ഇത് ചെയ്യുക. എന്ന് വെച്ചാൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചിട്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ഇതാണ് വെബ്സൈറ്റ്. ഹാപ്പി കസ്റ്റമേഴ്സ്, 10 മില്യൺ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. ഏകദേശം 30 മില്യൺ ലോൺസ് അപ്രൂവൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 40-ൽ കൂടുതൽ സിറ്റീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ലോണ് നൽകുന്നുണ്ട്. അവർ സ്റ്റാമ്പ് ഓഫ് എക്സലൻസ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ ലോൺ ലിങ്ക്സ്, കോണ്ടാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 ലോൺ ആപ്ലിക്കേഷൻ ഏതാണ് നമുക്ക് പരിചയപ്പെടാം. ഈ 2 ലോൺ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് SI ക്രേവ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ ആണ് ഈ 2 ലോൺ ആപ്ലിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാണിംഗ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഓരോ ക്ലിക്കിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാണിംഗ് വരും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഷിറ്റ്, അതുപോലെ തന്നെ പേ വിത്ത് റിങ്. ഈ 2 ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, കിഷിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് വെബ് URL ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വെബ് URL നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇൻസ്റ്റൻറ്റ് ലോൺസ്, ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്. ഏകദേശം 41 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. 10 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട്. 1 കോടി ലോൺ ഗീവൺ, 1 കോടിയിൽ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ലോണും നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺസ് ദാറ്റ് ഡോണ്ട് മേക്ക് യു വെയിറ്റ്. പേഴ്സണൽ ലോൺ ഫ്രം 30,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വായ്പ നൽകുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലോൺ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. ഫിസിക്കലായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ആവശ്യമില്ല. മണി ട്രാൻസ്ഫേർഡ് ഡയറക്ട്ലി ടു യുവർ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, പൈസ ലഭിക്കും. അപ്ഗ്രേഡ് ലൈഫ് വിത്ത് അവർ ടോപ്പ് അപ്പ് ലോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ക്രെഡിറ്റ് ഓവർ യുവർ എക്സിസ്റ്റിംഗ് ലോൺ. എക്സ്റ്റൻഡ് ടെന്യൂർ 36 മാസമാണ് ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത്. മിനിമൽ പ്രോസസ്സിംഗ് ഫീസാണ്. പിന്നെ അതുപോലെ തന്നെ ലോൺ ടു യുവർ ലോൺ ഇൻ ഈസി 4 സ്റ്റെപ്സ്, 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് നിങ്ങൾ ഈ ലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബേസിക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. പാൻ കാർഡ്, ആധാർ കാർഡ്. പിന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ ലോൺ. നിങ്ങൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ആൻഡ് സിംപ്ലി അപ്ലൈ. അതിനുശേഷം 4-മതായിട്ട് ലോൺ ഡിസ്ബേഴ്സലാണ്. നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആവും. മൾട്ടി പർപ്പസ് ലോണാണ്. നിങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫ്ലെക്സിബിൾ ടെന്യൂർ, 36 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചടവ് നടക്കുന്നതാണ്. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. അവർ ഫിനാൻസിങ് പാർട്ണർ, ഇവരുടെ ഫിനാൻസിങ് പാർട്ണറാണ് ഈ കാണുന്നത്, നോർത്തേൺ ആർക്ക്.
MAS, SI ക്രേവ, നോർത്തേൺ ആർക്ക്, MAS കാണിച്ചു തന്നെയാണ്. താഴോട്ട് വന്നാൽ അവർ പാർട്ട്നേഴ്സ് കൊടുക്കുന്നു ബൈജൂസ്, റെയ്മണ്ട്, നോയ്സ്, എയ്സൽ, ഈസ്മൈ ഡീൽ. അപ്പോൾ ഈസി മൈ ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതാണ് കിഷിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പേ വിത്ത് റിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് റിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. യുവർ ഡ്രീംസ് അവർ ട്രസ്റ്റ്, ഗെറ്റ് റിംഗ് പവർ ലോൺസ് അപ് ടു 5 lakh ഇൻ 5 minutes. നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയാണ് അവർ ഇതിന് വായ്പ നൽകുന്നത്. അതുപോലെ പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ FAQ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മിനിമം ഡോക്യുമെന്റ്സ് റിക്വയർഡ്. നമുക്ക് വേണ്ടത് ഒരു സെൽഫി വേണം. സെൽഫി, പാൻ കാർഡ്, ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടത്. വാട്ട് അതർ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ഡിജിറ്റൽ KYC ഓൺലി അവർ ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. ആധാർ കാർഡും പാൻ കാർഡും മാത്രമേ വേണ്ടൂ. പിന്നെ അതുപോലെ തന്നെ ഇൻകം പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഗ്യാരണ്ടറൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ പലിശ നിരക്ക് എത്രയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് അതിന് താഴെയായിട്ട് അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. എത്ര ശതമാനം മുതലാണ് ഇവർ പലിശ ഈടാക്കുന്നത് നോക്കാം. 18% മുതൽ 36% വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പലിശ ഈടാക്കുന്നുണ്ട്. അപ്പോൾ പലിശ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. വെറുതെ പോയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുടുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. കാരണം പലിശ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പലിശയിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ലോൺ എടുത്താൽ മതി. ഒരു കാരണവശാലും നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോൺ എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുക. പലിശ 18% മുതൽ 36% വരെയാണുള്ളത്. പിന്നെ ഇത് റിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി ആർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക്, ജോലിക്കാർക്കൊക്കെ, സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് കിസ്റ്റ് എന്ന് പറയുന്ന ലോൺ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന്, എത്രയാണ് പലിശ നിരക്ക് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെബ്സൈറ്റിൽ നോക്കാം. ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ. അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 30% പെർ ആനും. ഒരു വർഷം 30% വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നുണ്ട്, 30%. അപ്പം വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലിശയായിട്ട് പിടിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ലോൺ എടുത്താൽ മതി കേട്ടോ ഇവരെ. എന്നുവെച്ചാൽ കുറച്ച് പലിശ കൂടുതലാണ്, പക്ഷെ ലോണ് കിട്ടും. അപ്പോൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിയ ബാധ്യതയാകും, നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ലോൺ എടുക്കണം അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്ത് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.